സബീഷ് കുരുതിപാലയുടെ 1001 കവിതകൾ ഭാഗം 12. ലക്ഷ്മണരേഖ. കൃത്യതകളില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്വയാർജവത്തിന് ഉപാധിയോടെ നിയന്ത്രണങ്ങൾ സൃഷ്ടിച്ചത്. തീർപ്പ്. പ്രശ്നങ്ങളേറെയായിരുന്നു. അതിനാലാണ് മധ്യസ്ഥതയ്ക്ക് നിൽക്കാതെ പ്രശ്നപരിഹാരത്തിന് ആർജവം നേടിയത്. ജീവിതച്ചേരി. പല ഘട്ടങ്ങളിലൂടെ കടന്ന് വ്യത്യസ്ത യാമങ്ങളിലൂടെ യാത്ര ചെയ്ത് അക്ഷരത്തെറ്റുകൾ സംഭവിച്ചിട്ടും എവിടെയാണ് നീ ജയിച്ചത്? തന്മയത്വം. ലഹരി നിറഞ്ഞ ഒന്നാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടത് നഷ്ടപ്രതാപങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിച്ചപ്പോഴാണ്. കറുക. കറുത്തവളെന്ന് വിളിച്ചിട്ടും ഉള്ളിൽ നന്മ ഉള്ളതുകൊണ്ടല്ലേ സുന്ദരിയും ചാരുതയുമായി തീർന്നത്? ജന്മദാതാവ്. അമ്മയുടെ ഉദരത്തിൽ ഉറങ്ങുമ്പോഴും വെന്തുവണ്ണീറാകാൻ പാകത്തിൽ പാപത്തിൻ്റെ വിത്തുകൾ വിതറിയതെപ്പോഴാണ്? സ്നേഹചുംബനം. കടൽത്തിരയത്ര നുരഞ്ഞു പൊന്തിയിട്ടും ആകാശച്ചെരുവിലേക്ക് ഉയരാതെ എപ്പോഴാണ് ഭൂമിയെ അപഹരിച്ച് സ്വന്തം രൂപം അപഹരണം ചെയ്തത്? പദനിസ്വനം. എത്ര അകലത്തിൽ നടന്നിട്ടാണ് നീ എൻ്റെ മുന്നിലും ഞാൻ നിൻ്റെ പിന്നിലുമായി തീർന്ന് സൗഹൃദങ്ങൾക്ക് അകലമുണ്ടാക്കിയത്? പദ്യം. ലാളിത്യത്തിൻ്റെ വ്യക്തതയുടെ ശൈലി കടമെടുത്ത് കാവ്യം തീർത്തത് സാഹിത്യത്തിൻ്റെ ഉടുപ്പൊരുക്കിയത്. ഗദ്യം. എഴുതിയത് ഹൃദയത്തെ തട്ടിയത്, എന്നിട്ടും എവിടെയാണ് വേർതിരിവുകളിൽ മാറ്റി നിർത്തിയത്? നുര. തിരയിളക്കത്തിൽ ആടിയുലഞ്ഞത് ഹൃദയമായിരുന്നു. മനസ്സ് തകർന്നുപോയത് കൊടുങ്കാറ്റിൽ ശിഖരങ്ങളൊന്നായി ഒടിഞ്ഞു വീണപ്പോഴാണ്. പദ. പൊന്തിയപ്പോൾ അറിഞ്ഞില്ല, കരവിഴുങ്ങി ഉടലോടെ വിൽപ്പനയ്ക്ക് ലേലം വയ്ക്കാൻ വന്നവരാണെന്ന്. വെളിച്ചപ്പാട്. തിരിച്ചറിവുകൾ സ്വയം ഉണ്ടായത് വാക്കുകൾ സംഘർഷത്തിലേർപ്പെട്ട് രക്തം ചീന്തിയപ്പോഴാണ്. ഭ്രമം. ഉറഞ്ഞു തുള്ളിയപ്പോൾ ക്ഷേത്രപരിസരമാകെ ഉണർന്നത് ഭക്തിയായിരുന്നില്ല, വിശ്വാസങ്ങളുടെ പ്രമാണങ്ങളിൽ മനുഷ്യമനസ്സുകൾ ഒന്നായത് അവിടെ നിന്നാണ്. തൽസ്വരൂപം. മാറ്റങ്ങൾ ഉടലോടെയാകണമെന്ന് തിരിച്ചറിഞ്ഞത് മാറി മാറി വരുന്ന വിശ്വാസങ്ങളിൽ മുങ്ങിപ്പോയപ്പോഴാണ്. ഉടലറിവ്. ഉന്മാദങ്ങളിൽ മുങ്ങി നിവർന്ന് വിഷാദത്തിനടിമപ്പെട്ടപ്പോഴാണ് ദാഹങ്ങളൊന്നായി മൗനത്തെ വിട്ട് പ്രതികാരത്തിലേക്ക് ഇറങ്ങിയത്. ഉടലാഴം. വേദന അറിഞ്ഞിട്ടും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികാരങ്ങളെ സ്നേഹിക്കാൻ മറന്നപ്പോഴാണ് പ്രണയം പരാജയപ്പെട്ടത്. തിരയിളക്കം. കടലിലേക്ക് ഇരച്ചു കയറിയപ്പോഴാണ് കരയിൽ നിന്നവർ കടലിനെയും കരയെയും ഭയന്ന് പരിഭ്രാന്തരായത്. അങ്കത്തട്ട്. പോരുകോഴിയെപ്പോലെ രക്തക്കൊതി പൂണ്ട മനസ്സുകൾ യുദ്ധക്കളത്തിൽ തമ്മിലടിച്ചത് എന്തിനാണ്? അങ്കക്കളരി. മുറകളെല്ലാം പഠിച്ചത് ഗുരുമുഖത്തു നിന്നായിരുന്നു. വേദനകളുടെ കളിവിളക്കുകൾ തെളിഞ്ഞതും ജീവിതത്തിൻ്റെ ഉന്മാദങ്ങളാലായിരുന്നു. സവിശേഷം. പ്രത്യേകമായി ഒരുക്കിയ മാതൃകകളായിരുന്നു ജീവിതം. പിന്നെ സമൂഹത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ പല വർണ്ണങ്ങൾ വിതറിയത് തനിമയെ ഇല്ലാതാക്കി. ശോഷണം. ഉള്ളതിനെക്കുറിച്ചാരും പറഞ്ഞിരുന്നില്ല. സ്വത്വം നഷ്ടപ്പെടുത്താൻ കാത്തിരുന്നവരാണ് ഇല്ലാത്തതിനെ കണ്ടെത്താൻ അന്വേഷണം